രാഗിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിക്കഴിഞ്ഞു. വന്ന പാടെ തന്നെ ഒരുപാട് ഈ അന്വേഷണ പുരോഗതി കൈവരിക്കാൻ സാധിച്ചു എന്നത് തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് മാത്രവുമല്ല, ED എന്ന് പറയുമ്പോൾ അത് ഒരു കാടടച്ചൊരു വെടിവെക്കൽ പ്രതീക്ഷിക്കേണ്ട. കൃത്യമായി നടപടിക്രമങ്ങളിലൂടെയായിരിക്കും EDയുടെ ഒരു പോക്ക്. അപ്പോൾ തീർച്ചയായും തെളിവുകൾ ശേഖരിച്ച ശേഷം പ്രതികളെ ഓരോന്നായി വിളിച്ചു വരുത്തി, സമൻസ് നൽകി വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യലുകളായിരിക്കും. എന്തായാലും ആ ചോദ്യം ചെയ്യലുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരെല്ലാം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതാണ്. അത് എത്രത്തോളം നിർണായകമാണ്. അതെ, ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലുകൾ, അതിനകത്ത് പല കോൺട്രഡിക്ഷൻസ് വരും, അതിൽ വ്യക്തത ഇടും, പിന്നെ വെവ്വേറെ ഇരുത്തിയുള്ള ചോദ്യം ചെയ്യൽ, അതെല്ലാം തന്നെ വളരെ നിർണായകമാകും. എന്തായാലും നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. കൊച്ചിയിൽ ഇങ്ങനെ തയ്യാറായി നിൽപ്പുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഡിജിറ്റൽ തെളിവുകളിൽ കുരുങ്ങി പ്രതികൾ. റെയ്ഡിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ ഡിവൈസുകളിൽ ED നടത്തിയ സൈബർ ഫോറൻസിക് പരിശോധനയിൽ നിർണായക തെളിവുകൾ ലഭിച്ചുവെന്നാണ് സൂചന. ഉണ്ണികൃഷ്ണൻ പോറ്റി, N വാസു, മുരാരി ബാബു എന്നിവർക്കെതിരെയാണ് ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തിയത്. ഡിജിറ്റൽ ഡിവൈസുകളിലെ തെളിവുകൾ മുൻനിർത്തി പ്രതികളെ ED വീണ്ടും ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ED എത്തുന്നു, സുതാര്യമായ ഒരു അന്വേഷണം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? എന്തായാലും ഈ ഡിജിറ്റൽ ഡിവൈസുകളിൽ നിർണായക തെളിവുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഈ പ്രതികൾക്ക് എത്രത്തോളം കുരുക്കാകും? ഒപ്പം ഇവർ 3 പേരും CPM-ന്റെ പ്രബലരായ നേതാക്കൾ കൂടിയാണ്. അത് CPM-ന് എങ്ങനെയാണ് വലിയൊരു തലവേദന കൂടിയാകുന്നത് ജിജീഷ്? ഗുഡ് മോർണിംഗ് ശ്രുതി, രാഗി. നിങ്ങളെല്ലാം പറഞ്ഞതുപോലെ ഈ ഒരു അന്വേഷണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ഒരു മുന്നേറ്റം, അല്ലെങ്കിൽ ഏറെ മുന്നോട്ട് പോകുന്ന അതിവേഗത്തിൽ നടത്തുന്ന അന്വേഷണം, അത് ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം SITയുടെ അന്വേഷണം പല ഘട്ടങ്ങളിലും വിമർശനങ്ങൾക്ക് വിധേയമാകുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള അന്വേഷണം. അതിൽ ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ്. കാരണം നേരത്തെ SIT പല ഡിജിറ്റൽ തെളിവുകൾ പിടിച്ചെടുത്തിരുന്നു, ചില ഡിവൈസുകളെല്ലാം തന്നെ കസ്റ്റഡിയിലെടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. എങ്കിലും അതിൻ്റെ പരിശോധനയിലേക്കോ അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കോ ഒന്നും തന്നെ ഒരു ഘട്ടത്തിലും അവർ കടന്നിരുന്നില്ല. എന്നാൽ അവിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം കുറഞ്ഞ ദിവസത്തിനുള്ളിൽ EDയുടെ തന്നെ അവരുടെ തന്നെ സാങ്കേതിക വിദഗ്ധ സംഘം കൊച്ചി ഓഫീസിൽ വെച്ച് തന്നെ ഈ പിടിച്ചെടുത്ത ഡിജിറ്റൽ ഡിവൈസുകളുടെ പൂർണ്ണമായുമുള്ള സൈബർ സാങ്കേതിക പരിശോധനകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. സൈബർ ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അതിൽ ലഭിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. കാരണം നേരത്തെ ഈ പ്രതികളിൽ പലരും നൽകിയിരിക്കുന്ന മൊഴികൾക്ക് തീർത്തും ഘടകവിരുദ്ധമായ കാര്യങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. കാരണം കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി, തങ്ങൾക്ക് ഇതിൽ പങ്കാളിത്തമില്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി എല്ലാം തന്നെ അവർ നടത്തിയ വൃഥാവിലായ ചില ശ്രമങ്ങൾ അത് പുറത്തു കൊണ്ടുവരുന്നത് തന്നെയാണ് ഈ ഡിജിറ്റൽ തെളിവുകൾ എന്ന് പറയുന്നത്. കാരണം ഒന്ന്, ദേവസ്വം ബോർഡിൽ നിന്ന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയ പരിശോധനയിൽ കമ്പ്യൂട്ടറുകളടക്കം പരിശോധിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പ്രതികളിൽ പലരുടെയും മൊബൈൽ ഫോൺ, ലാപ്ടോപ്പുകൾ, ഒപ്പം തന്നെ ഹാർഡ് ഡിസ്കുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പെൻഡ്രൈവുകൾ, കൈവശമുണ്ടായിരുന്ന പെൻഡ്രൈവുകൾ അന്വേഷണ സംഘം കണ്ടെത്തുകയും അതിൻ്റെ പരിശോധനകൾ പൂർത്തിയാക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിശോധനകൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള ചോദ്യം ചെയ്യൽ പ്രധാനമായും മുന്നോട്ട് പോവുക. കാരണം നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2 ചോദ്യം ചെയ്യലുകളാണ് പ്രധാനമായും പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിലൊന്ന് മുരാരി ബാബുവിൻ്റെതാണ്, മറ്റൊന്ന് S ശ്രീകുമാറാണ്. ഇനി ചോദ്യം ചെയ്യാനുള്ള ആളുകളാണ് അതിലേറെ പ്രധാനപ്പെട്ട കണ്ണികൾ. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ആ പട്ടികയിലുണ്ട്, ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടികയിലുണ്ട്. വീണ്ടും ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കേണ്ട ആളുകളിലുണ്ട്. ഒപ്പം തന്നെയാണ് ജയശ്രീ, മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീയെ ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് N വാസു ചോദ്യ മുനയിലേക്ക് എത്തും. ഇവരെല്ലാം ചോദ്യം ചെയ്യുമ്പോൾ ഈ ആളുകളുടെ പങ്കാളിത്തമില്ല എന്ന് പറയുമ്പോൾ അവർക്ക് മുന്നിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി അന്വേഷണ സംഘത്തിന് ഡിജിറ്റൽ തെളിവുകൾ ഏറ്റവും പ്രധാനമാണ്. കാരണം മുരാരി ബാബുവിനെ അടക്കം നേരത്തെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ED ചോദ്യം ചെയ്തപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമില്ല, അത് ദേവസ്വം ബോർഡിന്റെ പൊതു തീരുമാനങ്ങൾ താൻ നടപ്പിലാക്കുകയാണ് എന്ന കാര്യമാണ് പറയുകയും ചെയ്തത്. മാത്രമല്ല ഡിജിറ്റൽ തെളിവുകളിൽ ഈ ബന്ധങ്ങൾ തെളിയിക്കുന്ന, ഉന്നതരുമായി ബന്ധങ്ങൾ തെളിയിക്കുന്ന നിരവധി തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതാണ് കടകംപള്ളി സുരേന്ദ്രനുമായി, നേരത്തെ മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളിയുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകളുണ്ട്. ഒപ്പം തന്നെ ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കടക്കം മറ്റ് നേതാക്കളുമായി, കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും എല്ലാം പ്രമുഖരായ നേതാക്കളുമായി അടുത്ത ഇടപെട്ടിരുന്നു, നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് വ്യക്തമാക്കാൻ കഴിയുന്ന നിരവധി തെളിവുകളുണ്ട്. മാത്രമല്ല ഈ
പ്രതികളിൽ ചില ആളുകൾ പരസ്പരം നടത്തിയ മൊബൈൽ ഫോൺ വിവരങ്ങൾ, മൊബൈൽ കോളുകളുടെ നിരന്തരമായി നടത്തിയ മൊബൈൽ ഫോണുകളുടെ വിവരങ്ങൾ അടക്കം അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം EDയെ സംബന്ധിച്ചിടത്തോളം ED കണ്ടെത്തുന്ന ഈ തെളിവുകൾ എന്ന് പറയുന്നത് പുറത്ത് സൈബർ സാങ്കേതിക കേന്ദ്രങ്ങളിൽ കൊടുത്ത് പരിശോധിപ്പിക്കാതെ തന്നെ EDയുടെ വിദഗ്ധ സംഘം പരിശോധിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് കോടതിയിൽ ഏറ്റവും നിർണായകമാണ്. അത് കേസിന്റെ മുന്നോട്ടുള്ള പോക്കിൽ കോടതികൾ തന്നെ പ്രധാനപ്പെട്ട തെളിവായി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രതികൾ തമ്മിൽ നടത്തിയിട്ടുള്ള സംഭാഷണങ്ങൾ, പ്രതികൾ തമ്മിൽ നടത്തിയിട്ടുള്ള ഫോൺ കോളുകൾ, ഇവരുടെ ബന്ധം തെളിയിക്കുന്ന മറ്റ് ഡിജിറ്റൽ സംവാദങ്ങൾ എല്ലാം തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിന്റെ ഏറ്റവും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ചോദ്യം ചെയ്യലുകളിൽ ഇതനുസരിച്ചായിരിക്കും. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെ ഒരുമിച്ചിരുത്തിയും പ്രത്യേകമായും എല്ലാം തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടം കൂടി അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ട്. കാരണം നേരത്തെയും പല കേസുകളിലും ഇത്തരത്തിൽ മൊഴി മാറ്റുന്നതും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന, മൊഴികൾ നൽകാൻ ശ്രമിക്കുന്നതുമായ കേസുകളിലെല്ലാം തന്നെ അതിലെ പ്രതികളെ ഒരുമിച്ചിരുത്തി ചില ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ച് ചോദ്യം ചെയ്യുക എന്ന ഒരു നടപടി അന്വേഷണ സംഘം അതിലേക്ക് കടക്കും. ആദ്യം പ്രത്യേകമായി ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ മൊഴികളിലെ അവ്യക്തതയും അല്ലെങ്കിൽ കൃത്യമായി തന്നെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇരുവരും പരസ്പരമുള്ള കാര്യങ്ങളിൽ എന്നെങ്കിലും പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുക. ഒപ്പം മറ്റ് ആളുകളെ ചോദ്യം ചെയ്യുമ്പോഴും N വാസു അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുമ്പോഴും N വാസു ഒപ്പം തന്നെ സുധീഷ് കുമാർ എന്നിവരെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. S. ശ്രീകുമാറിനെ ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തണോ എന്നത് കാര്യം അന്വേഷണ സംഘം വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ശ്രീകുമാറിന് നേരിട്ട് ഈ കേസുമായി ബന്ധിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ബന്ധമില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം N വാസു അടക്കമുള്ള ആളുകളുടെ ചോദ്യം ചെയ്യലുകൾ ഡീറ്റെയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതിനുശേഷം കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുകളിലേക്കും മറ്റ് ആളുകളിലേക്കും അന്വേഷണ സംഘം കടക്കും. മാത്രമല്ല, സാക്ഷികളാകാൻ സാധ്യതയുള്ള ആളുകളുടെ മൊഴികൾ കൂടി ഇപ്പോൾ അന്വേഷണ സംഘം അടുത്തയാഴ്ച പ്രധാനമായും ശേഖരിക്കും. അതിലൊന്ന് നടൻ ജയറാമാണ്. നടൻ ജയറാമിന് ഏത് തരത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമുണ്ടായിരുന്നത്, സാമ്പത്തിക ഇടപാടുകൾ ഇരുവരും തമ്മിൽ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജയറാമിനോട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അന്വേഷണ സംഘം നടൻ ജയറാമിന് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ED ഇപ്പോൾ ചില നിർണായക വിവരങ്ങൾ ചോദിച്ചറിയാൻ ഒരുങ്ങുന്നത്. എന്തുകൊണ്ടായിരിക്കാം നടൻ ജയറാമിനെ വീണ്ടും ED വിളിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അന്വേഷണ സംഘം ക്ലീൻ ചിറ്റ് നൽകിയ നടൻ താരം വീണ്ടും എന്തുകൊണ്ടാണ് ചോദ്യം മുൻപിലേക്ക് എത്തുന്നത്? ജിതീഷ്. അശ്വതി, ഇതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് അന്വേഷണ സംഘം ഇപ്പോഴും കരുതുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ജയറാം ഈ ഒരു സ്വർണ്ണക്കവർച്ചയുടെ ഭാഗമായി മാറിയിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം ഒരു ഘട്ടത്തിലും കരുതുന്നില്ല. എന്നാൽ കൃത്യമായി തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ജയറാം ഉണ്ണികൃഷ്ണൻ പോറ്റിയാൽ എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. കാരണം ശബരിമലയിൽ അവിടുത്തെ സ്വർണ്ണപ്പാളികളാണ്, വാതിൽ പാളികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വീട്ടിൽ വന്ന് പൂജിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം ലഭിക്കുമെന്നെല്ലാം പറഞ്ഞു വിശ്വസിപ്പിച്ചപ്പോൾ വിശ്വാസിയായ നടൻ ജയറാം അതിൽ വീണുപോയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ജയറാമിനെ സാക്ഷിയാക്കിക്കൊണ്ട്, പ്രധാന സാക്ഷിയാക്കിക്കൊണ്ടായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക. കാരണം എന്നാൽ ജയറാം നൽകിയിരിക്കുന്ന ഒരു മൊഴി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു ഘട്ടത്തിലും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം താൻ ചെയ്തിട്ടില്ല. ഈ ഒരു പ്രവൃത്തിയുടെ ഭാഗമായി അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്നുകൊണ്ട് പൂജ നടത്തിയതിൻ്റെ ഭാഗമായി ഒരിക്കൽ പോലും പ്രതിഫലം താൻ നൽകിയിട്ടില്ല. അവിടെ ദക്ഷിണയായി ഒരു പണം നൽകി എന്നതിനപ്പുറം മറ്റൊരു പ്രതിഫലവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടില്ല. അത് പുറത്ത് ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയിട്ടുള്ള പൂജകളുമായി ബന്ധപ്പെട്ടാണെങ്കിലും നടൻ ജയറാമിൻ്റെ വീട്ടിൽ കട്ടിളപ്പാളികൾ കൊണ്ടുവന്ന് വെച്ച് നടത്തിയിട്ടുള്ള പൂജകളിലാണെങ്കിലും ഒന്നും തന്നെ നൽകിയില്ല എന്ന് പറയുമ്പോൾ പോലും അന്വേഷണ സംഘം ഇതിൽ കൂടുതൽ വ്യക്തത തേടുന്നതിന് വേണ്ടിയും മറ്റ് ഏതെങ്കിലും പ്രമുഖർ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണം നൽകിയതായി അറിയുമോ എന്ന കാര്യം കൂടി അന്വേഷണ സംഘത്തിന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം പല ആളുകളിൽ നിന്ന് ഇതേ പേര് പറഞ്ഞുകൊണ്ട് കട്ടിളപ്പാളിയിലെ സ്വർണം അത് പൂജിക്കാമെന്നും വീട്ടിൽ കൊണ്ടുവന്ന് പൂജിക്കാമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ പല ആളുകളിൽ നിന്നും, സമ്പന്നരായ ആളുകളിൽ നിന്നും, സിനിമാ മേഖലയിലെ പ്രശസ്തരിൽ നിന്നും എല്ലാം തന്നെ പണം വാങ്ങിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നും അത്തരത്തിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കവർച്ചയുടെ ഭാഗമായി അല്ലെങ്കിൽ ആ പാളികൾ കൊണ്ടുപോയതിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വ്യക്തമായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരെല്ലാമാണ് ആ സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ടുള്ളത്, ആരിൽ നിന്നെല്ലാമാണ് പ്രതിഫലം കൈപ്പറ്റിയിരിക്കുന്നത് എന്നത് കൂടി കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടിയാണ് നിലവിൽ പ്രധാനമായും പൂർണ്ണമായും തന്നെ ഒഴിവാക്കുന്ന നിലയിലേക്ക് ഒരു
അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നു, ചോദ്യം ചെയ്യലുകളാണ് എന്നുള്ളതാണ്. അതായത് പ്രാഥമികമായ ചില നടപടിക്രമങ്ങൾ ഒരു കേസ് അന്വേഷണം നടക്കുമ്പോൾ ഉണ്ടാകും. ആ ഒരു നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ്.